അപ്പം ഞാൻ ഈ മിക്സിയും പൊക്കിക്കൊണ്ട് എങ്ങോട്ടാണെന്നല്ലേ കാണിച്ചു തരാവേ. സവാള അരിയാൻ മിക്സി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു നാളെ രാവിലെ അരിഞ്ഞാൽ മതി. പിന്നെ ഞാൻ അവിടെ വെച്ചു. അപ്പം നമ്മുടെ ചേച്ചിക്ക് 7ാം മാസമായി. അപ്പോൾ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്ന ചടങ്ങാണ്. വേറെ ആരുമില്ല, കുറച്ച് നമ്മുടെ ബന്ധുക്കൾ മാത്രം. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ വന്നു, ജോമോൻ ചാച്ചൻ. പിന്നെ അച്ചാച്ചനുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അച്ചാച്ചന് നാളെ വരാൻ പറ്റത്തില്ല, ജോലിയുണ്ട്, അതുകൊണ്ടാണ് വൈകിട്ട് വന്നത്. പിന്നെ എല്ലാവരും കൂടെ അവിടെ നിന്നും വർത്താനം പറഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയപ്പോൾ തന്നെ 10-10:30 പിന്നെ എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്നപ്പോൾ ദേണ്ട അലമ്പാൻ തുടങ്ങി. എന്നെ പൊക്കാൻ പറ്റുമോ ഓടാന്നും ചോദിച്ചു. പിന്നെ അച്ചാച്ചനല്ലേ, അച്ചാച്ചൻ പൊക്കിയെടുത്ത് അവിടെ കൂടെ എല്ലാം കൊണ്ട് നടന്ന്. പിന്നെ എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. പിന്നെ ഞാനും ചേച്ചിയും കൂടെ സാരി ശരിയാക്കാൻ തുടങ്ങി. ഇപ്പം ശരിയാക്കിയാൽ നാളെ നമുക്ക് ഉടുക്കാൻ പറ്റത്തുള്ളേ. പിന്നെ വീഡിയോ എടുക്കാതെ സാരി ശരിയാക്കടിയെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സാരിയൊക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോൾ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്ത് സങ്കടം ഉണ്ടായിരുന്നു വരാൻ പറ്റാത്തതിന്. കാരണം ഇപ്പം ഈയിടെയാണ് പോയതുകൊണ്ട് ലീവ് കൊടുത്തില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ വറുക്കും. പിന്നെ ചിക്കൻ വറുത്തതും ഉപ്പുമാവും ഒക്കെ കഴിച്ചിട്ട് ഞാൻ പോയി ഒരുങ്ങി റെഡിയായിട്ട് വന്നപ്പോൾ വേണ്ട ഞാൻ ഈ 2 പിടിച്ച് അരിയാനിരുത്തി. കാരണം രാവിലെ തൊട്ട് ഞാനും ചേച്ചിയും കൂടെ മാറി മാറി അരിഞ്ഞ് ഞാനത് കഴിഞ്ഞിട്ടാണ് റെഡിയാകാൻ പോയത്. പിന്നെ ലാസ്റ്റ് ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെ തന്നെ ബ്ലൗസിൻ്റെ അത് കഴിയുന്നില്ലായിരുന്നു. പിന്നെ ബ്ലൗസൊക്കെ ശരിയാക്കി ഇതാണ് നമ്മുടെ സാരിയുള്ള ലുക്ക്, കണ്ടോ. പിന്നെ ചേച്ചിയുടെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്ന് അവരുടെ അടുത്ത് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരവിടെ തന്നെ ചേച്ചി അച്ചാച്ചനെയൊക്കെ കഴിച്ച്. നമുക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിക്കാൻ. പിന്നെ അവർക്ക് വയറ് നിറയൊക്കെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും വീഡിയോ എടുക്കാൻ ചേച്ചിയെ കൊണ്ട് പോയി. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളും കഴിച്ചു. നമ്മുടെ അവിടുത്തെ പിള്ളേർ സെറ്റൂടെ എല്ലാം കൂടെയാണ് ഒരുമിച്ചിരുന്ന് കഴിച്ച്. അവരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ച് ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അച്ചാച്ചനെയാണ് വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നത്. അച്ചാച്ചൻ ഇവിടെ ഇല്ല, അച്ചാച്ചൻ സൗദിയിലായിരുന്നു. അപ്പം ഇടയ്ക്കാണ് പോയത്. പിന്നെ അച്ചാച്ചനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങി. നമ്മളവിടെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടന്ന് നമ്മളവിടെ ചെന്നൊരു ഇറങ്ങിയപ്പോൾ 2:30-3 മണിയൊക്കെ ആയി. ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ചേച്ചി പോയി. അപ്പം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വലിയ സങ്കടമൊക്കെ തോന്നി. പക്ഷേ എന്നാലും പോകാതിരിക്കാൻ പറ്റുമോ. പിന്നെ ഇവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു 7:30-7 മണി വരെ ഞങ്ങളവിടെ നിന്ന് ക്യാരംസ് കളിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിന്നെ ഞാനും ചേച്ചിയും കൂടെ ചേച്ചിയെ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചൊക്കെ കഥയൊക്കെ പറഞ്ഞ് അപ്പോൾ ലാസ്റ്റ് ഇവരുടെ ഫോട്ടോ കാണിക്കുന്നതായിരിക്കും. ബായ്.